ബൈബിൾ ഇങ്ങനെ ലോകത്തിൻ്റെതല്ലാത്ത രീതിയിലാണല്ലോ ചേട്ടാ ഇപ്പൊ കാണുന്നത്. അപ്പം ദൈവഹിതം എങ്ങനെയാണ് അപ്പൊ ചേട്ടാ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ലെ ദൈവഹിതം ഇതാണ് എന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്? അങ്ങനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് ഒരു ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് പക്ക ദൈവഹിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പല രീതിയിൽ ഞാനത് പല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് സക്സസ് ആയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ സക്സസ് ആവാതെ പോയിട്ടുണ്ട്. പക്ഷെ ഞാനതിനെ എന്നാ പറയുന്നത്, അതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. ഇപ്പം എന്നാ പറയുന്നത്, ഇപ്പം ചുമ്മാ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് പോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇതൊരു ദൈവഹിതമാണോ അല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ അറിയുന്ന ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ദൈവഹിതമാണ്, ഇതല്ലെങ്കിലോ സാഹചര്യങ്ങൾ ചിലപ്പോൾ ദൈവം അത്രേ ഉള്ളൂ. ദൈവത്തിനെ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നെങ്കിൽ അതിന് ഹിതമില്ല, അതാണ് ശരി. നമ്മളൊരു സ്പിരിച്വൽ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ എല്ലാരും പറയും ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ മനസ്സിലാവും എന്ന് പറയും. അത് മനസ്സിലാവും, ഡെഫിനറ്റ്ലി മനസ്സിലാവും. പിന്നെ അതാണല്ലോ ഇതിനകത്ത് വെച്ചേക്കുന്നത്, നമ്മൾ എന്താണ് ആവേണ്ടത്, എന്താണ് ആയി തീരേണ്ടത് എന്നുള്ളതാണല്ലോ എഴുതി വെച്ചേക്കുന്നത് ഇതിന്റെ അകത്ത്. അങ്ങനെ ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മള് ദൈവത്തിന്റെ ഹിതത്തിലായിരിക്കുമല്ലോ പോകുന്നത്. നമ്മള് ഇതിപ്പം ബൈബിള് കയ്യിലുണ്ടെങ്കിൽ ചുമ്മാ നോക്കി, എനിക്ക് കൃത്യമായിട്ട് അത് അറിയത്തില്ല. ഗലാത്യ 5 അതോ 4 6 ചുമ്മാ നോക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവ് എന്ന് വിളിക്കുന്ന അവിടുത്തെ പുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. അതിനാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ്, പുത്രനെങ്കിൽ ദൈവഹിതം അനുസരിച്ച് അവകാശിയുമാണ്. ഇതാണ് വചനം. നമ്മൾ ആദ്യം പുത്രനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ അവകാശിയാണ്, നമ്മളൊന്നും ചോദിച്ചു മേടിക്കേണ്ട കാര്യമില്ല. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഇതും ഞാൻ പറയുന്നതാണ്, ശരിയാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഈ പുതിയ നിയമത്തെ മനസ്സിലാക്കിയേക്കുന്ന 3 രീതിയിലാണ്. 3 കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയത്. ക്രിസ്തു പറഞ്ഞ 3 കാര്യങ്ങളെ ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതിൽ ആദ്യം ക്രിസ്തു പറഞ്ഞു തന്നെ, സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ ആദ്യം ദൈവത്തെ സ്നേഹിക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിനാണ്. അതെല്ലാം അത് പഴയ കാര്യം തന്നെയാണ്. ഈശോ ഒന്നും കൂടെ റിന്യൂ ചെയ്തു. ഈശോ ആഡപ്പ് ചെയ്തൊരു കാര്യമാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഓക്കെ, അതിനകത്തൊരു കണ്ടീഷൻ ഈശോ വെച്ചിട്ടുണ്ട്. ചുമ്മാ അയൽക്കാരനെ സ്നേഹിച്ചാൽ മതി എന്ന് ഈശോ പറഞ്ഞില്ല, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ കാര്യം അവിടെ നിൽക്കട്ടെ. മൂന്നാമത് ക്രിസ്തു പറഞ്ഞ കാര്യം എന്നാ, മെയിനായിട്ട് നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു പറഞ്ഞ കാര്യം, സുവിശേഷം പ്രസംഗിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈശോ ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്നാ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഈശോ രണ്ടാമത് പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് പറഞ്ഞ കാര്യവും മൂന്നാമത് പറഞ്ഞ കാര്യവും ശരിക്കും പറഞ്ഞാൽ റിലേറ്റഡ് ആണ്. സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, ലോകമെങ്ങും പോയി നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. ഈ ആദ്യം പറഞ്ഞ സംഭവം നടക്കുന്നുണ്ടോ? നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഈശോയുടെ കണ്ടീഷനാണ് അവിടെ നോക്കേണ്ടത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുകയല്ല പറഞ്ഞത്, നിന്നെ പോലെ. എല്ലാ യൂത്തും എല്ലാ നിങ്ങൾ പറയുന്ന പോലത്തെ മധ്യവയസ്കരും എല്ലാവരും കൂടെ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ, നിങ്ങൾ എങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നത്? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് നിങ്ങളുടെ കംഫർട്ട് സോണിൽ ജീവിക്കുന്നത്. ഇപ്പം നല്ല ഡ്രസ്സ് ഇടുന്നത് നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്, അല്ലേ? അതാണ് ക്രിസ്തു ഉദ്ദേശിച്ച സ്നേഹം. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പം, ഈ നിന്നെ പോലെ എന്ന് അങ്ങേര് പറഞ്ഞപ്പോഴത്തേക്കും ഈ നിന്നെ പോലെയിൽ എന്താണ് അങ്ങേര് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്തായിരിക്കാം അങ്ങേര് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് അങ്ങേര് ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ നിർബന്ധമൊന്നുമില്ല, എങ്കിലും ചുമ്മാ ചോദിക്കുക. ഇപ്പം ഈ പറഞ്ഞ കാര്യമൊന്നും അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ശരീരത്തെക്കുറിച്ച് സംബന്ധിക്കുന്നൊന്നുമല്ല. കാര്യം ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അത് അങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പം നീ ശരീരത്തെ ഏതൊക്കെ രീതിയിൽ അലങ്കരിച്ചാലും അതല്ല നിന്നോടുള്ള സ്നേഹം. നീ നിന്നെ സ്നേഹിക്കുന്ന വഴി അതൊന്നുമല്ല, അത് കർത്താവ് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണം നമുക്ക് കൺഫേം ചെയ്യാം. ഭക്ഷണം കഴിക്കുന്നോ, നല്ല വസ്ത്രം ഇടുന്നോ, എക്സസൈസ് ചെയ്യുന്നോ, ഇതൊന്നും അല്ല നിന്നെ സ്നേഹിക്കുന്നത്. നീ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നത്? പിന്നെ നിന്നെ സ്നേഹിക്കാതെ എനിക്ക് എന്നെ സ്നേഹിക്കാതെ എൻ്റെ അയൽക്കാരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ സ്നേഹിക്കാതെ ഞാനെങ്ങനെ എൻ്റെ അയൽക്കാരെ സ്നേഹിക്കുന്നത്? അതുകൊണ്ടാണല്ലോ കർത്താവ് അങ്ങനെ കണ്ടീഷൻ തന്നത്, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കുക. ഇനി ഒന്നും കൂടെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ നിന്നെ സ്നേഹിക്കുന്നത്? കുറച്ച് ടഫാണ്, എളുപ്പമാണ്, ഞാൻ തന്നെ പറയാം. ടഫൊന്നുമല്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കർത്താവ് തന്നേക്കുന്നൊരു വഴിയുണ്ട്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, കുർബാന, പരിശുദ്ധ കുർബാന. ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ നിനക്ക് നിന്നെ സ്നേഹിക്കാൻ.
ഇത് നീ ചെയ്താലേ ഉള്ളൂ നിനക്ക് നിന്നോടുള്ള സ്നേഹമുള്ളൂ. ഇതില്ലാതെ നിനക്ക് വേറെ ആളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യൻ്റെ ശരീരത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം എല്ലാം കണക്റ്റഡ് ആണ്. എനിക്ക് നന്മ ചെയ്യുന്നവനെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു ചുങ്കക്കാരും ബാബികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചുള്ള കാര്യമല്ല. അവരും അവരുടെ ബന്ധുക്കൾക്ക് അവർക്ക് ഓരോന്ന് മേടിച്ചു കൊടുക്കാറുണ്ട്. അവരും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കടം കൊടുക്കാറുണ്ട്. നമ്മളും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഈ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തു ആവണമെങ്കിൽ കുർബാന സ്വീകരിക്കണം. അതുകൊണ്ടാണ് അവൻ തൻ്റെ ശരീരം തന്നെ തന്നത്, അവനെ പോലെ ആവാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് അവിടെ ഫുൾഫിൽ ആവേണ്ടത്. എന്നിട്ട് വേണം സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരിലും വിളങ്ങി നിൽക്കേണ്ടത് ക്രിസ്തുവാണ്, കുർബാനയാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈ 2 കണ്ടീഷന് ഫുൾഫിൽ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ 3ാമത്തെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 ഫുൾഫിൽ ചെയ്യാതെ 3ാമത്തെ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അതിലൊരു പ്രയോജനം ഉണ്ടെന്ന്, അത് എത്ര വാക്ചാതുര്യത്തോടുകൂടി സംസാരിച്ചാലും അതിലൊരു പ്രയോജനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതിപ്പം യൂത്തിനാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി, പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ വിലയാണ്. അതിപ്പോൾ സയൻറ്റിഫിക്കലി ഒന്നും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും വേണ്ടെന്നേ, നമ്മൾ മനസ്സിലാക്കിയൊരു ക്രിസ്തു ഉണ്ടല്ലോ, നമ്മൾ രുചിച്ചറിഞ്ഞൊരു സ്നേഹമുണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു കുർബാന സ്വീകരിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ. അവരുടെ ആദ്യമായിട്ട് കുർബാന സ്വീകരിച്ചിട്ട് കണ്ണ് നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് കുർബാന. ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ആ കൊച്ചിന് എന്തോ ഒരു അസുഖം വന്നിട്ട് കൊച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ കൊച്ച് ഇനി അധികം നാൾ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കൊച്ചിന് സ്പെഷ്യൽ പെർമിഷനോട് കൂടി ചെറിയ പ്രായത്തിൽ കുർബാന കൊടുത്തു. അപ്പോൾ ഈ കുർബാന കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റ് യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ. ആ മൊമെൻറ്റിൽ ആ കൊച്ച് വിങ്ങി കരയുന്ന കണ്ടിട്ട് ആ ഒരു എൻറ്റയർ ക്രൗഡ് കരഞ്ഞു. കാര്യം അത്രയും സ്നേഹം ഈ 10, 30, 40, 50 കൊല്ലമായിട്ട് കുർബാന സ്വീകരിക്കുന്നവർക്ക് ആ സ്നേഹം ക്രിസ്തുവിനോടില്ല. ഈ 7, 8 വയസ്സുള്ള ഈ കൊച്ചിനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിലെ ക്രിസ്തുവിനെ അറിയുവാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം. ചേട്ടാ വിശുദ്ധ കുർബാനയുടെയും അല്ലെ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ലഭിക്കുന്ന കുറെ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മള് ഇപ്പോഴത്തെ കാലഘട്ടത്തില് റിലീഫ് കിട്ടാനും അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്തും അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മള് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കുമോ? പിന്നെ ഉറപ്പായിട്ടും. ഇപ്പൊ ഈ കുമ്പസാരം എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വില നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതിപ്പം യൂത്തിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അതുപോലത്തെ സിനിമകളും കാര്യങ്ങളും എല്ലാം ഇറങ്ങുന്നുണ്ട്. കുമ്പസാരത്തിൻ്റെ ആ ഒരു പവിത്രതയെ അപമാനിക്കത്തക്ക രീതിയിലത്തെ ഇഷ്ടംപോലെ സിനിമകളും കാര്യങ്ങളും എല്ലാം ഇറങ്ങുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ പിള്ളേർ കാണുന്നത്. നമ്മുടെ പിള്ളേരപ്പോൾ കുമ്പസാരക്കൂട്ടി പോയിരിക്കുമ്പോഴത്തേക്കും ആ ഒരു മെൻറ്റാലിറ്റിയോടുകൂടി ആയിരിക്കും ഒരുപക്ഷെ അതിനെ സമീപിക്കുന്നത്. പക്ഷേ ആത്മാർത്ഥമായിട്ടാണ് അവനത് കുമ്പസാരിക്കുന്നതെങ്കിൽ, കുമ്പസാരക്കൂട്ടിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളല്ല ഇറക്കി വെക്കുന്നത്, നമ്മുടെ പാപങ്ങൾ ഇറക്കി വെക്കുന്നത്. വിഷമങ്ങൾ ഇറക്കി വെക്കാൻ കൗൺസിലേഴ്സ് ഉണ്ട്. കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന ഒരു സാധനം പാപമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് സെൻറ്റ് ജോസഫ് കുപ്പർത്തിനോ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് അറിയാമോ? ഒരു സെയിൻറ്റാ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊങ്ങിപ്പോവും. പക്ഷെ ഇതൊക്കെ എന്നാ പറയുന്നത്, ഇത് മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യുക്തി എന്നൊരു സംവിധാനം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കർത്താവിനെ സംബന്ധിച്ചോളം അത് നടക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അങ്ങനെ ഇത് ചെയ്തതാണ്. നമുക്ക് ലോകത്തോടുള്ള ബന്ധം കുറയും തോറും നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഭാരം കുറയും. നമ്മൾ ചിലപ്പോഴൊക്കെ പൊങ്ങിപ്പോവും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിലൊക്കെ സത്യമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തോടുള്ള എത്രത്തോളം ബന്ധം കുറയാൻ പറ്റുമോ, നമ്മൾ അത്രയും നമ്മുടെ ഭാരം കുറയും. നമുക്ക് ഭാരം കുറയും, നമ്മൾ അത്രയും റിലാക്സ്ഡ് ആവും. അപ്പോൾ ഈ കുമ്പസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് ഈ ഒരു ഭാരത്തെ, ഈ ഒരു വിഴുപ്പിനെ നമ്മൾ ഇറക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രീ ആവും. 10 വയസ്സുള്ളൊരു കൊച്ചിന് സ്ട്രെസ്സാന്ന് പറയുമ്പോൾ ഈ കൊച്ചിൻ്റെ അപ്പനോടോ അമ്മയോടോ ചോദിച്ചു നോക്കുക അവർക്ക് ഏത് പ്രായത്തിലാണ് സ്ട്രെസ്സ് വന്നതെന്ന്. അവരുടെയൊക്കെ 10ാം വയസ്സിൽ അവരൊക്കെ ഈ പറമ്പിൽ കൂടെ ഓടിച്ചാട്ട് നടക്കുമായിരുന്നു. അവർക്കൊക്കെ എന്ത് സ്ട്രെസ്സ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ നമ്മൾ എഴുതുന്നത് എന്താ, പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ പോയി കളി. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞാനൊന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ എനിക്കും വളരെ വളരെ റെയറായിട്ടേ ഉള്ളൂ കണ്ടിട്ടുള്ളൂ പരീക്ഷനെ കുറിച്ചൊരു പരീക്ഷ പേടി എന്ന് പറഞ്ഞൊരു സംവിധാനം. നമ്മുടെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, അളിയ ഞാൻ പൊട്ടി കേട്ടോ, നീ പൊട്ടിയോ, അവൻ പൊട്ടിന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ സന്തോഷം. നമ്മൾ ജയിച്ചോന്ന് പോലും ഒരു എക്സ്പെഷ്യലി ബാക്ക് ബെഞ്ചേഴ്സ് അവരുടെ ഒരു പ്രത്യേകതയാണ്. അത് ജയിച്ചോന്ന് ചോദിക്കുമല്ല, അളിയാ പൊട്ടിയില്ലേ, പൊട്ടി, സന്തോഷം, തീർന്നു, അത് അവിടെ കൊണ്ട് തീരും. പക്ഷെ ഇപ്പം അതല്ല. ഈ 96% മാർക്ക് കിട്ടി,
തൊട്ടപ്പുറം ഇരുന്ന ആൾക്ക് 97% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എന്തോരം ഡിപ്രസ്ഡ് ആയി പോകുന്ന പിള്ളേരോട്ട്. എനിക്കിപ്പോൾ 10 സബ്ജക്റ്റ് ഉണ്ട്, 10 സബ്ജക്റ്റ് കൂടെ കൂട്ടി എനിക്ക് കിട്ടുന്ന മാർക്ക് അവർ ഒരു സബ്ജക്റ്റിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പ്രശ്നം. അതാണ് ഈ ചെറിയ കാര്യങ്ങളെ എടുക്കേണ്ടതുപോലെ എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഞാൻ സ്ട്രെസ്സിനെ ഞാൻ ചെറുതാക്കി കാണിക്കുമല്ല. പക്ഷെ സ്ട്രെസ് എന്ന് പറയുന്നൊരു സംവിധാനം ഒരു ഭാരമാണ്. പച്ച മലയാളത്തിൽ എന്നെ പറയാനാണെങ്കിൽ ഭാരമാണ്. അതിനെ ഭാരപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണത്. അവന് ചുമക്കാൻ പറ്റാവുന്നതിൽ കൂടുതൽ ഭാരം വരുമ്പോഴാണ് അവന് സ്ട്രെസ് ആവുന്നത്. അതിപ്പം സൈക്കോളജിക്കലായിട്ട് ആൾക്കാർ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ചില ആൾക്കാർ ഇപ്പം ആൽക്കഹോളിക് ആയപ്പോൾ അവരുടെ സ്ട്രെസ്സിനെ അവർ മാനേജ് ചെയ്യുന്നത് വേറെ പല രീതിയിലാണ്. അപ്പോൾ അതിനേക്കാളും ഉപരിയായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ഭാരം കൊണ്ടുവന്ന് അതിനെ മറയ്ക്കുക ചെയ്യുന്നത്, അത് ഇല്ലാതാക്കുകയല്ല, മറയ്ക്കുക ചെയ്യുന്നത്. ഇതിപ്പം ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ കള്ള് കുടിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇപ്പം ആൽക്കഹോളിക് ആയി പോകാറുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അവരുടെ ഉള്ള പ്രശ്നം അവർ കൂട്ടുവാണ് കുറയ്ക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. കൂട്ടുമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ മാറുന്നേ ഇല്ല. അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ല. പക്ഷെ അവർ അതിനേക്കാളും വലിയൊരു സ്ട്രെസ് എടുത്ത് തലയിൽ വെക്കുന്നതുകൊണ്ട് ആ മറ്റേ സ്ട്രെസ് ചെറുതായി പോവുക. കാര്യം ഇപ്പം എൻ്റെ വിരലൊന്നും മുറിഞ്ഞെന്ന് വിചാരിക്കുക, ചോര വരും. ചോര വരുന്നോണ്ടിരുന്ന വേദന എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തലക്കെട്ട് ഒരാൾ കല്ല് വെച്ചെറിഞ്ഞാലോ ഏത് വേദനയ്ക്കാണ് ഞാൻ ഫോക്കസ് കൊടുക്കുന്നത്? അതൊരു സൈക്കോളജിക്കലി അതിനെ അങ്ങനെ കണ്ടാലും അങ്ങനെ കാണുന്ന ഒരാളാണ് ഞാൻ. സ്ട്രെസ് എന്ന് പറയുന്നൊരു സാധനത്തിനെ മറയ്ക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അതിനേക്കാളും വലിയ സ്ട്രെസ്സാണ്. പക്ഷെ അതവൻ മനസ്സിലാക്കുന്നില്ല. ഈ പിള്ളേർക്ക് പറ്റുന്നത് അതാണ്. പരീക്ഷയ്ക്ക് തോറ്റു, ആത്മഹത്യ. അതാണല്ലോ രക്ഷപ്പെടാനുള്ള വഴി. അത് അറിവില്ലായ്മയാണ്. അത് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ മേലാത്തത് കൊണ്ട് ഈ പിള്ളേർക്ക് കണ്ടുപിടിക്കുന്ന ഒരു വഴിയാണ്. അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണ് പറ്റിപ്പോകുന്നത്. ഇപ്പം നിവൃത്തികേട് കൊണ്ട് ആത്മഹത്യ മരിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ജീവിച്ചൂടെ? മരിക്കാനല്ലേ ധൈര്യം വേണ്ടേ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നതാണ് ഇതുപോലത്തെ പല കാര്യങ്ങൾ. ഇതിപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്ന ഒരു അതിവിശുദ്ധമായ ഒരു സംവിധാനത്തെ നമ്മുടെ അച്ഛന്മാർ അതത്ര പവിത്രമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ കുമ്പസാര കൂട്ടി നടക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ പുറത്തറിയാത്തത്. പക്ഷേ ഇതിനെ വളരെ മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ മീഡിയ, നമ്മുടെ സോഷ്യൽ മീഡിയാസും അതുപോലത്തെ കാര്യങ്ങൾ വളരെ മ്ലേച്ഛമായിട്ട് അതിനെക്കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ വില അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർ ഇന്നല്ലേ നാളെ മാനസാന്തരപ്പെടട്ടെ. ചേട്ടാ, ഇപ്പോഴത്തെ ജെൻസികള് ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഞാൻ സ്പിരിച്വലാണ് പക്ഷെ റിലീജിയസ് അല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് യോഗയിലൂടെയും അല്ലെങ്കിൽ നേച്ചറുമായിട്ട് പല രീതികളിൽ കണക്ട് ചെയ്ത് അവര് സ്പിരിച്വൽ ആയിട്ടാണ് ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്ന് പലരും പറയാറുണ്ട്. നമുക്ക് എങ്ങനെയാണ് അപ്പൊ ഈ ഹോളി സ്പിരിറ്റ് ഇല്ലാതെ സ്പിരിച്വൽ ലൈഫ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുമോ? എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മളൊരു സ്പിരിച്വൽ ലൈഫ് ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങനെ നയിച്ചു പോകുന്നത്. പക്ഷേ ഈ ജെൻസികൾ പറയുന്ന പോലെ നമുക്ക് സ്പിരിച്വൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ആ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുമോ? പരിശുദ്ധാത്മാവ് അല്ലാത്ത സ്പിരിറ്റിന്റെ പേരെന്നാ? വേൾഡി സ്പിരിറ്റ് ആയിരിക്കും. ആ സ്പിരിറ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ച് സംശയമുണ്ടോ? സംശയമില്ല, ഉണ്ടല്ലോ അല്ലേ. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നൊരു സംവിധാനം, പരിശുദ്ധമായ ആത്മാവ്, ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആത്മാവ് പരിശുദ്ധമല്ലാത്ത ആത്മാവാണ്. അൺക്ലീൻ സ്പിരിറ്റ് ആണത്. ഓക്കെ, അതൊരു പൈശാചികത മാത്രമാണ്. പരിശുദ്ധാത്മാവിനെതിരായ എന്തും ദൈവത്തിനെതിരായതാണ്. ദൈവത്തിനെതിരായതെല്ലാം പിശാചിന്റെ പക്ഷമാണ്. അപ്പോൾ സ്പിരിച്വൽ ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആകാൻ ഇപ്പം പരിശുദ്ധാത്മാവ് വേണമെന്നില്ല, അല്ലാതെ സ്പിരിച്വൽ ആകാം. പക്ഷെ അത് പരിശുദ്ധമായ സ്പിരിറ്റ് ആവണമെന്നില്ല. ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ചേട്ടായി പറഞ്ഞ പോലെ പല പ്രശ്നങ്ങൾക്കും വേണേൽ പരിഹാരം കാണാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയാണ് പറ്റും. അൺക്ലീൻ സ്പിരിറ്റ്സിനും പവറുണ്ട്. പക്ഷേ ഈ എന്നാ പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു സഹായകൻ, അത് നമുക്ക് കർത്താവ് പറഞ്ഞു തന്ന കാര്യമാണ്. ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റൊരു സഹായനം അയച്ചു തരും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു സ്പിരിച്വാലിറ്റി നമ്മളെ എത്തിക്കുന്നത് പടുകുഴിയിലായിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. ഇതും ഞാൻ പറഞ്ഞല്ലോ, വിധിക്കുന്നതായിട്ട് കാണണ്ട, ഒരു കുറ്റപ്പെടുത്തുന്നതായിട്ടും കാണണ്ട, ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുക. നമ്മുടെ ഒരു ആത്മനിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ യോഗ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള ഒത്തിരി കഥകളുണ്ട്. സർവ്വ
കൺട്രോളും വിട്ടിട്ട് ഈ യോഗ ഗുരുക്കന്മാർക്കൊക്കെ വീഴ്ചകൾ വീഴുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അവിടെ എല്ലാം നയിക്കപ്പെടുന്ന ആത്മാവേത, പരിശുദ്ധാത്മാവാണെങ്കിൽ വീഴുവല്ല. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഈ അൺക്ലീൻ സ്പിരിറ്റ് ഈ പാട്ടിലൂടെയും മറ്റെല്ലാ ഓരോ പരിപാടികളിലൂടെയും അത് ഇൻഫ്ലുവൻസ് ആയി നമ്മളിലേക്ക് വരില്ലേ? ഈ അൺക്ലീൻ സ്പിരിറ്റിന്റെ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം ഇന്നതാവണമെന്നില്ല. നീ ഇപ്പം പറഞ്ഞ പോലെ പാട്ട്, ഇതിപ്പോൾ ക്രിസ്ത്യൻ പാട്ടും എല്ലാം നല്ലതൊന്നുമല്ല. പണ്ടത്തെ അത്രത്തോളം ഇപ്പൊ ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് പറഞ്ഞേ. പരിശുദ്ധാത്മാവേ. നീ ഒരു 100 പേരോട് ഈ ചോദ്യം ചോദിക്കുക, 95 പേര് ഈ പാട്ട് പാടും. എന്നാ കാര്യം? ഈ എത്ര വയസ്സ് കാണും ഈ പാട്ടിന്? ഈ പാട്ട് കഴിഞ്ഞിട്ട് എത്ര പരിശുദ്ധാത്മാവിന്റെ പാട്ടുകൾ ഇറങ്ങി? എന്താ ഇതൊന്നും നാവിൽ നിൽക്കാത്ത? പരിശുദ്ധാത്മാവില്ലാത്ത പാട്ട് അത്രേ കാര്യമുള്ളൂ. പരിശുദ്ധാത്മ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് എല്ലാ പാട്ടുകളിലും അതിൻ്റെതായിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞ ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻ പാട്ടുകളാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഒരുപാട് പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചിലതൊന്നും പ്രത്യേകിച്ച് ഒരു മീനിങ് പോലും കാണത്തില്ല. പരിശുദ്ധാത്മാവേ, ഈ പാട്ടൊക്കെ പണ്ടിറങ്ങിയ സാധനങ്ങൾ ഇപ്പോഴും ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് യൂത്തന്മാരോട് ചോദിച്ചാൽ ഇവരുടെ വായിൽ ഈ പാട്ടേ വരുള്ളൂ. അതാണല്ലോ നിങ്ങളിപ്പോൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു വെച്ചിട്ട് പറയുന്നതല്ലല്ലോ. കാരണം അതിൽ അത്രത്തോളം സ്പിരിറ്റ് ഉണ്ട്. വേൾഡ്ലി സ്പിരിറ്റും ഈ അൺക്ലീൻ സ്പിരിറ്റുള്ള പാട്ടുകളും ഉണ്ട്. എന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ നയിക്കുന്നത് ക്രിസ്തുവിലോട്ടല്ല, ഇതിൻ്റെ എൻഡ് ക്രിസ്തുവിലായിരിക്കുമല്ല. നമുക്ക് വേണമെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ ഒരു സന്തോഷം കിട്ടും, ഒരു ഹാപ്പിനെസ് കിട്ടും, ഒരു എൻജോയ്മെൻറ്റ് കിട്ടും. പക്ഷേ ഇത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ക്രിസ്തുവിലായിരിക്കുമല്ല. നല്ല പാട്ടാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ നല്ല പാട്ടെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവ് നിവേശിച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു പാട്ടാണ് ആ പാട്ടെങ്കിൽ അത് കേൾക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിനോട് സ്നേഹം തോന്നണം. പാട്ട് എഴുതിയവനോടോ പാട്ട് പാടിയവനോടോ അവൻ്റെ സ്റ്റൈലിനോടോ അല്ല, ക്രിസ്തുവിനോടൊരു സ്നേഹം വരണം. മാതാവിൻ്റെ ഒരു പാട്ടാണോ, മാതാവിനോട് നമുക്കൊരു സ്നേഹം വരണം, ഒരു കരുതൽ വരണം, ഒരു ബഹുമാനം വരണം. ഇത് വരുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് നല്ല മ്യൂസിക്, നല്ല ലിറിക്സ്, അസാധ്യം ഓർക്കസ്ട്രേഷൻ, ഇതാണ് പറയുന്നെങ്കിൽ ആ പാട്ട് വേൾഡ്ലി പാട്ടാണ്. അതല്ല, മറിച്ച് ഒരു ദൈവസ്നേഹ അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പിച്ചോ അതിനകത്ത് പരിശുദ്ധാത്മാവ് വിഷയമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ കാറ്റഗറിസത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ പള്ളികളിലെ പരിപാടിയിലൊക്കെ പോകുമ്പോൾ വെക്കുന്ന സിനിമാ പാട്ടുകളൊക്കെ വേൾഡ്ലി സ്പിരിറ്റ് ഉള്ള പാട്ടുകളായിരിക്കുമല്ലോ. നമ്മൾ അങ്ങനെ അനുവദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമുക്ക് അതിനുള്ള ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റൈറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ കമ്മിറ്റിയിൽ കയറുക, നമ്മൾ ആ കമ്മിറ്റിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ ആ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ ഒരു വേൾഡ്ലി ആയിട്ടുള്ള എന്തെങ്കിലും സംവിധാനം അതിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുക, മാറിയിരുന്ന് കുറ്റം പറയുന്നതല്ലാതെ. ഈ ലോകം മൊത്തം ക്രിസ്തു കത്തിച്ചത് 10,000 ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ടൊന്നുമല്ല, വെറും 12 പേരെ വെച്ചിട്ടാണ്. അപ്പൊ ആളുകളുടെ ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. നമ്മളെ പോലെ ഇപ്പം സാമുവലിനെ പോലെ, ജോഷുവിനെ പോലെ ഒരു അനീതി കണ്ട അതിനെതിരെ, അതൊരു ക്രിസ്തുവിന് വിരുദ്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണ്ട എന്ന് പറയാൻ ഒരാളുടെ വോയിസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയെന്ന് വരും. ഇപ്പോൾ നമ്മുടെ സൂസന്നയുടെ കാര്യം എടുക്കുവാണെങ്കിൽ മനസ്സിലാവും. അതൊരു ചെറിയ ബാലനായിരുന്നു. ആ ബാലൻ ആ ഒരൊറ്റ വാക്ക് അവിടെ വെച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് അത്രയും വലിയൊരു അനീതി അവിടെ നടക്കാതെ പോയത്. അതാണ് ചില കാര്യങ്ങൾ നമ്മളെ അത്രമേൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച പറയുക. പക്ഷെ പറയുമ്പോൾ പുരോഹിതനെ ബഹുമാനിക്കാനും പുരോഹിത ശുശ്രൂഷ അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്നവരെ ബഹുമാനിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, ക്രിട്ടിസൈസ് ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവല്ല, വേൾഡ്ലി സ്പിരിറ്റാണ്, അൺക്ലീൻ സ്പിരിറ്റാണ് നമ്മളിരിക്കുന്നത്. പക്ഷെ നമുക്ക് പറയാം, ബഹുമാനത്തോടു കൂടി തന്നെ പറയാം. ഇപ്പം നമ്മളെല്ലാം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്ന രീതിക്കാണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ, എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം പരിശുദ്ധാത്മാവാണ്. ഇപ്പം നമുക്കിപ്പം എന്നാ പറയുന്നത്, ഇപ്പം ആ സമയത്ത് എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് സഹായകനാണ്, ഒരു ടീച്ചറാണ്, ഒരു ഫ്രണ്ടാണ്, ഹെൽപ്പറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരുത്തനെ എനിക്ക് സ്നേഹത്തോടെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് വേൾഡ്ലി സ്പിരിറ്റാണ് എൻ്റെ ഉള്ളിലുള്ളത്, പരിശുദ്ധാത്മാവല്ല. ചുമ്മാ ഒരു എക്സാമ്പിൾ, മദർ തെരേസയുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യം.
മദർ തെരേസ ഒരു ധനികൻ്റെ അടുത്ത് പോയിട്ട് ഭിക്ഷ അയച്ചു. അപ്പോൾ ആ പുള്ളി ചെയ്തതെന്നാണെന്നറിയോ? ഇത് മദർ തെരേസ ജീവിതത്തിലുണ്ട് കേട്ടോ. കൈ തുപ്പി. ഒരു മാറ്റമില്ലാതെ മദർ തെരേസയുടെ ഉത്തരം ഇതായിരുന്നു, മദർ തെരേസ പറഞ്ഞ ഇതായിരുന്നു, എനിക്കുള്ളത് കിട്ടി, ഇനി എനിക്ക് എൻ്റെ പിള്ളേർക്കുള്ളത് തരാൻ പറ്റുമോ? എത്ര പേരെ കൊണ്ട് പറ്റും? ഇതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരുത്തിന് കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പോസിബിളായിട്ട് തോന്നുമല്ല, പോസിബിളായിട്ട് തോന്നും. അവൻ കണ്ണ് കാണാൻ മേലാതെ ഒരുത്തൻ്റെ കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടുവല്ല. തളർവാദ രോഗി എണീറ്റ് ഓടിയെന്ന് പറഞ്ഞാൽ അവൻ ഞെട്ടുവല്ല. അവൻ്റെ കടബാധ്യത മാറിയെന്ന് പറഞ്ഞാൽ അവൻ ഞെട്ടുവല്ല. അവൻ്റെ കടബാധ്യതയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് അവന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഉള്ളതാണ് പരിശുദ്ധാത്മാവ്. അതല്ല എൻ്റെ പ്രശ്നങ്ങൾ മാറി ദൈവത്തിന് നന്ദി, എൻ്റെ ആവലാതികൾ മാറി, എൻ്റെ എല്ലാം മാറി, എന്നെ ദൈവം അനുഗ്രഹിച്ചു, ദൈവത്തിന് സ്തോത്രം. അതല്ല പരിശുദ്ധാത്മാവ്. നിന്റെ പ്രശ്നങ്ങളിലും നിനക്ക് ദൈവത്തെ അതേപോലെ തന്നെ ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ആത്മാർത്ഥ. നമുക്കത് ലോകവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചെടുക്കാനാണെങ്കിൽ ഒരു സുന്ദരിയായ ഭാര്യനെ സ്നേഹിക്കാൻ ഏത് ഭർത്താവിനും പറ്റും. അതേ ഭാര്യ തളർന്നു പോയാലോ, അതേ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ, ആദ്യം ഉണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ പിന്നെ ഉണ്ടെങ്കിൽ അവൻ നല്ല ഭർത്താവാ, അവൻ്റെ തല കർത്താവാ. ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ മാത്രം നടക്കുന്നതാണ്. നമുക്ക് വേൾഡിലി സ്പിരിറ്റ് വെച്ച് നടത്താൻ പറ്റത്തില്ല. മനുഷ്യനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോകത്തെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് ആത്മാക്കളാണ്. മനുഷ്യനെ നമ്മൾ നമ്മുടെ ഭാഗത്ത് ചേർക്കാൻ വേണ്ടി കർത്താവ് ഒരു ക്യാമറ നടത്തിയിട്ടൊന്നുമില്ല ആളെ കൂട്ടാൻ. സത്യം പറഞ്ഞോളൂ. സത്യം പറഞ്ഞാൽ അവൻ്റെ ഒപ്പം ആൾക്കാർ വരും. വെറും 31 വയസ്സ് മാത്രമുള്ള ആ ചാർലി കിക്കിന് ഇതുമാത്രം ഫോളോവേഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ രീതിയാണ്. 31 വയസ്സേ ഉള്ളൂ. തമാശയല്ല അത്. നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്ന എക്സാമ്പിളാണ്. അങ്ങനെ എത്ര പേര് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഫോളോവേഴ്സായി എന്തോരം ആൾക്കാരുണ്ട്. പക്ഷെ ലോകവുമായിട്ടൊരു ബന്ധം ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യന് കർത്താവിലോട്ടൊരു പരിധിക്കുള്ള അടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് നമുക്ക് കാട്ടിപ്പോയി ജീവിക്കാനല്ല, അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാവരും അവിടെ പോയി എങ്ങനെ ജീവിക്കണം, അങ്ങനത്തെ ഒരു സാക്രിഫൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് വേണമെന്നല്ല പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അതായത് നമ്മൾ എന്ന പാത്രത്തിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലേ ഉള്ളൂ ആ ഒരു പർപ്പസിന് കർത്താവെ ഉപയോഗിച്ചോളാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ അങ്ങേര് പൂർണ്ണ മനസ്സാണ്. നമ്മളിപ്പോൾ ഇത് എൻ്റെ ഒരു അച്ഛൻ പറഞ്ഞു തന്ന കേസാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തായുടെ സമയത്ത് തലയ്ക്ക് മേളിൽ തീനാളങ്ങളായി വന്നു എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിനെ ഈ അച്ഛൻ ഇച്ചിരി വേറെ രീതിയിൽ കണ്ടു. അച്ഛൻ പറയുന്നത് ഈ ഉള്ളിലിട്ട കനലുണ്ട്, മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ മേലോട്ട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് ഈ കരി ഇട്ട് അതിന് മൂടി വെച്ചേക്കും. അതുകൊണ്ട് ഇതിൻ്റെ തിളക്കം പുറത്തറിയുന്നില്ല. ഈ കെട്ടുപോയ കനൽ ഊതിയാൽ നടക്കുന്ന എന്നാണെന്നറിയോ? അത് തിളങ്ങും. അതിൻ്റെ ചാരം മാറി അത് തിളങ്ങും. ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് മാമോദീസായിലൂടെ കിട്ടപ്പെട്ട അല്ലെങ്കിൽ മാമോദീസായിലൂടെ ദൈവം നമുക്ക് തന്ന ആ ഒരു പരിശുദ്ധാത്മാവിനെ ഊതുന്നതാണ് പ്രാർത്ഥന. ഈ ഊതൽ ഇച്ചിരി ഭംഗിയായിട്ട് ഊതുവാണെങ്കിൽ നന്നായിട്ട് കത്തും. എത്രത്തോളം ഊതുന്നു അത്രത്തോളം ഇത് ജ്വലിക്കും. എത്രത്തോളം ജ്വലിക്കുന്നോ അത്രത്തോളം പ്രകാശം പുറപ്പെടുവിക്കും. അതാണ് പ്രാർത്ഥന. നിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലുള്ള കനലിൻ്റെ വലിപ്പം ഒന്നാ. നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിപ്പവും സൈസും ഒന്നാ. നീ ഊതുന്ന അനുസരിച്ചിരിക്കും അതിൻ്റെ പ്രകാശം എത്രത്തോളം വ്യാപിക്കുന്നു എന്നത് നീ ഊതുന്ന അനുസരിച്ചിരിക്കും. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഈ പരിശുദ്ധാത്മാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. ഇത് ഇവൻ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഇതിനോട് ചേർക്കപ്പെടും. കാരണം നിനക്ക് നിൻ്റെ ജീവിതത്തിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ആയിക്കോട്ടെ. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് കരിയർ ചൂസ് ചെയ്യണം, ഒരുപാട് ഡൗട്ടുകൾ കാണും. ഈ ഡൗട്ടുകൾക്ക് എല്ലാത്തിനും ഒറ്റ ഉത്തരവുള്ളൂ, പ്രാർത്ഥന. നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ കർത്താവ് നിന്നെ എടുക്കും. നമ്മളെക്കുറിച്ച് എന്താണോ അങ്ങേര് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അത് നടക്കും. എപ്പോഴാണ്? നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ. വചനം പറയാൻ പ്രായം ഒരു പ്രശ്നമല്ല. പ്രായമുള്ളവർക്കേ വചനം പറയാനുള്ളൊന്നും ഒരു നിർബന്ധവുമില്ല. നിങ്ങളെപ്പോലെയുള്ള പിള്ളേർ, നിങ്ങളുടെ ഏജിലുള്ള കുഞ്ഞുങ്ങൾ
അത് പറഞ്ഞാൽ അതിന് ഇരട്ടി ഫലമായിരിക്കും. ഞങ്ങളൊക്കെ ചോദിച്ചാൽ പറയും നിങ്ങളൊക്കെ ഇത്രയും കാലഘട്ടം അങ്ങനെ നടന്നില്ലേ ഇങ്ങനെ നടന്നില്ലെന്ന് ചോദിക്കും. അപ്പോൾ ചോദിച്ചതിന് ഉത്തരം അതാ, ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇറങ്ങി ആരും ചോദിക്കില്ലത്. വേണം, ഇറങ്ങണം. ഒരു പ്രവാസത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് ഇസ്രായേൽ ജനത്തിനെ തിരിച്ചു കൊണ്ടുവന്ന എസ്രാ, നെഹമ്യ അങ്ങനത്തെ പ്രവാചകന്മാരൊക്കെ അവർ യൂത്താന്നാണ് പറയപ്പെടുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെ ഉള്ളിലും ഈ പരിശുദ്ധാത്മാവുണ്ട്. ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രം വരുന്നതാണ് നന്മ. നന്മ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ മനുഷ്യൻ പാപി അല്ലെങ്കിൽ ക്രൂരൻ എന്ന് പറയുന്ന ആ ഒരു ഒരു വ്യക്തിയുടെ ഉള്ളിൽ പോലും നന്മയുടെ ഒരു കണിക എവിടെയെങ്കിലും കാണും. ഈ നന്മയുടെ കണിക ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നന്മ, നല്ലത് നടക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. നന്മ നടക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. അപ്പോൾ എത്ര ഭാവിയും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ക്രിസ്തു അവന് വേണ്ടി വെയിറ്റ് ചെയ്യുവാന്ന് മാത്രമേ ഉത്തരം പറയാനുള്ളൂ.